ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് പ്രകാശൻ അങ്ങനെ 3 പെമ്മക്കളുടെ കൂടെ ഇരിക്കുക കേട്ടോ. ഓണമാണ്. ഓണത്തിന് 3 പെമ്മക്കളും സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് പ്രകാശിന് മുമ്പിൽ ഇരിക്കുകയാണ്. പ്രകാശിന് നല്ല സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നല്ല ഷർട്ടൊക്കെ ഇട്ട് നല്ല ഓണത്തിന്റെ അതേ വൈബിൽ തന്നെയായിട്ട് 4 പേര് ഇരിക്കുന്നത്. 3 പെമ്മക്കൾ നിരന്നിരിക്കുന്നത്. പ്രകാശൻ അതിന് മുമ്പിൽ ഇരിക്കുകയാണ്. 3 പേർക്കും ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട്. പ്രകാശൻ ഞാൻ തന്നെ ഇന്ന് വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ട് പ്രകാശനാണ് ചോറും കറികളൊക്കെ വിളമ്പണത്. ശേഷം പ്രകാശൻ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ എൻ്റെ പെമ്മക്കളുടെ കൂടെ ഇരുന്നിട്ട് ഓണം ആഘോഷിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ പെമ്മക്കളുടെ കൂടെ ഓണം ആഘോഷിക്കുന്നത്. ഇത് അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമാണ്. എത്രയോ നാൾ ഞാൻ നിങ്ങൾക്കൊന്നും ഒരു പരിഗണനയും തന്നിട്ടില്ല. കാദംബരിയുടെ കൂടെ ഇച്ചിരിയെങ്കിലും പരിഗണന കൊടുത്തിട്ടുണ്ട് അല്ലേ മക്കളെ? കാദംബരി ചിരിക്കുന്നുണ്ട്. പിന്നെ മോളുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് കാർത്തിക് എടുത്ത് പറയാണ്. ശേഷം കല്യാണി നോക്കുമ്പോൾ പ്രകാശിന്റെ കണ്ണുകൾ നിറയാട്ടോ. എൻ്റെ മോളെ ഒരുപാട് വർഷം ഞാൻ അനുഭവിപ്പിച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം മാത്രം കുടിപ്പിച്ചിട്ട് 4 കാലികളുടെ കൂടെ കിടന്നിട്ട് അവൾ ഓണം ആഘോഷിക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ മോളെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ കല്യാണിയുടെ കണ്ണ് നിറയാട്ടോ. ശേഷം 3 പേരെടുത്ത് പറയുന്നുണ്ട്, ഇന്ന് അച്ഛൻ 3 പേർക്കും ഭക്ഷണം തരട്ടെ എന്ന് പറയാണ്. ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഉരുള ചോറ് ഉരുട്ടിയിട്ട് ആദ്യത്തെ മകളായിട്ടുള്ള കാർത്തികക്കാണ് ആദ്യത്തെ ഉരുള ചോറ് കൊടുക്കുന്നത്. പിന്നീട് അടുത്തുള്ള കൊടുക്കുന്നത് നമ്മുടെ കാദംബരിക്കാണ്. അവസാനം നമ്മുടെ കല്യാണിക്കും കണ്ണുകൾ നിറഞ്ഞ് പ്രകാശൻ ഒരു ഉരുള ചോറ് കൊടുക്കണ്ട്. കല്യാണത്തിൽ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ പൊന്നു മോൾക്ക് ഞാൻ ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കല്യാണിയുടെ വായിൽ ചോറ് വെച്ച് കൊടുക്കണം. കല്യാണിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. പ്രകാശൻ സന്തോഷത്തോടെ എനിക്കിനിപ്പോൾ മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ പെമ്മക്കളുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ, ഇതെന്നെ വലിയ കാര്യമാണ്. എനിക്ക് എൻ്റെ ദൈവമേ, എൻ്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ എൻ്റെ ദേവി എന്നൊക്കെ എന്നെ പറയാണ് പ്രകാശൻ. അത് കേൾക്കുമ്പോൾ കാർത്തിക ചോദിക്കണ്ട്, അല്ല നിങ്ങളിതിൽ വിഷം എന്തെങ്കിലും കടക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ, ഒരിക്കലുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ പ്രകാശൻ ഇങ്ങനെ, ഈശ്വര ഞാൻ എന്ത് സ്വപ്നമായി കണ്ടത്, എന്തായാലും സ്വപ്നത്തിലാണെങ്കിലും എൻ്റെ മക്കളുടെ കൂടെ ചോറ് കഴിക്കാൻ കാണുന്ന ഭാഗം എനിക്ക് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് പ്രകാശൻ. പിന്നീട് കാണിക്കാൻ രാവിലെ അമ്പലത്തിൽ കല്യാണി പോകുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണി പെട്ടെന്ന് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുകയാണ്, രാമായണം വായിക്കുന്ന സൗണ്ട്. കല്യാണി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പ്രകാശൻ ഒരു മൂലയിൽ നിന്ന് രാമായണം വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ചുമയുണ്ട്, നെഞ്ചും തടവുന്നുണ്ട്. പ്രകാശനെ നോക്കുകയാണ് കല്യാണി. പക്ഷെ പ്രകാശൻ കാണുന്നില്ല കല്യാണി വന്നതൊന്നും. പ്രകാശനെ തന്നെ കല്യാണി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൂജാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കല്യാണിക്ക് തീർത്ഥവും പ്രസാദമൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ രാമായണ മാസമല്ലേ മോളെ, മിക്കപ്പോഴും പറ്റുന്ന സമയത്തൊക്കെ രാമായണം വായിക്കാൻ വരാറുണ്ട്. വനവാസത്തിന് പോയ രാമന്റെ ആ ഒരു ഭാഗമാണ് വായിക്കണത് എന്ന് പറയാണ്. എപ്പോഴും വായിക്കും. ഇവിടെ പിന്നെ വായിക്കാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലൊക്കെ രാമായണം വായിക്കുമല്ലോ, അത് ശ്രദ്ധിച്ച് കേട്ടിരിക്കും എന്ന് പറയണം. നല്ല മനസ്സോടെയാണ് രാമായണം വായിക്കണത്. അയാളെ സംശയിക്കേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനി പൂജ സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്. കല്യാണി പ്രകാശനെ നോക്കി അവിടെ നിന്ന് പോവാണ്. പക്ഷെ പ്രകാശൻ കല്യാണിനെ കാണുന്നില്ല. പ്രകാശൻ ഇങ്ങനെ ചുമച്ചും അതുപോലെ നെഞ്ചൊക്കെ തടവിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ കല്യാണിക്കും ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട്. ശേഷം കല്യാണി നേരെ പോണത് ഓഫീസിലേക്കാട്ടോ. കിരൺ അവിടെ ഇരിക്കുന്നുണ്ട്. കിരണ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. കിരണോട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഒരാളെ കണ്ടു കിരണേട്ടാ. ആരെയാ? രാമായണ മാസമൊക്കെ അല്ലേ, രാമായണ മാസത്തിൽ രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് പറയാണ്. വനവാസത്തിന് പോയ രാമന്റെ ഭാഗമാണ് വായിക്കണത്. എനിക്കത് വായിക്കണം കേട്ടപ്പോൾ സങ്കടം തോന്നി. മക്കളോട് ചെയ്യുന്നതൊക്കെ ഭയങ്കര കുറ്റബോധം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ഭാഗം തന്നെ വായിക്കണത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല കല്യാണി, വിക്രത്തിന് വേണ്ടി വായിക്കണ ഭാഗം പോലെയാണോന്ന് എനിക്ക് തോന്നുന്നത്. വനവാസത്തിന് പോയ രാമൻ, അതായത് ജയിലിൽ കിടക്കുന്ന വിക്രം, അതിനെക്കുറിച്ച് എന്തെങ്കിലും വായിക്കായിരിക്കോ? ഒരിക്കലുമില്ല. അച്ഛനെ മനസ്സിൽ ഇപ്പം ഞങ്ങൾ 3 പെമ്മക്കളും മാത്രമേ ഉള്ളൂ. എനിക്കത് പൂർണ്ണ വിശ്വാസമായി. എങ്കിലും ഒരുപാട് വിശ്വസിക്കേണ്ട കല്യാണി, നമുക്കൊരാളെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ജീവിതത്തിൽ. അത് നീ എപ്പോഴും മനസ്സിൽ കരുതണം. അയാളുടെ മോനുണ്ടല്ലോ വിക്രമാദിത്യൻ ജയിലില്, അവൻ ഉടനെ പരോളിൽ ഇറങ്ങുമെന്നാ കേട്ടത്. അവൻ പരോളിൽ ഇറങ്ങുകയാണെങ്കിൽ അയാളുടെ സ്വഭാവം മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അവൻ പരോളിൽ ഇറങ്ങട്ടെ. ശേഷം അയാളുടെ സ്വഭാവം മാറിയില്ലെങ്കിൽ മാത്രം നമുക്ക് പൂർണ്ണമായിട്ട് അടുപ്പിച്ചാൽ മതി. അതുവരെ വേണ്ട കല്യാണി എന്ന് പറയുമ്പോൾ കല്യാണി പണ്ട് കിരണട്ടാ, ഒരാള് എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ എനിക്കറിയാൻ പറ്റും അയാൾ നല്ല ഉദ്ദേശത്തോടെയാണോ ചീത്ത ഉദ്ദേശത്തോടെയാണ് മുമ്പിൽ നിൽക്കണേന്ന്. പക്ഷെ അച്ഛൻ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ മുമ്പൊക്കെ എനിക്കൊരു വെറുപ്പായിരുന്നു. എനിക്കറിയാം കിട്ടിയ അവസരം കിട്ടിയ കൊന്നുകളയ ദേഷ്യത്തിലാണ് അച്ഛൻ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കിരണേട്ടാ. അച്ഛൻ്റെ നോട്ടവും സംസാരവും ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ സ്നേഹത്തോടെ മാത്രമേ നോക്കുന്നുള്ളൂ.
എന്തായാലും നിന്റെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്തായാലും പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട എന്നേ ഞാൻ പറയുള്ളൂ, നമ്മൾ വെറുപ്പിക്കാനും നിൽക്കണ്ട എന്ന് കല്യാണം എടുത്ത് കിരൺ ഉപദേശിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് മനോഹറിനെ ആട്ടോ. മനോഹർ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ ഷാരി മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഷാരി മനോഹരനെ കാണുമ്പോൾ പറയണോ, നീ വന്നോ? എടാ, എന്റെ മോളുടെ സമനില തെറ്റിയ പോലെയാണ്, നിന്നെ കാണുമ്പോൾ മാത്രം അവൾ ഇത്തിരി സമാധാനത്തോടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവളുടെ ജയിലിൽ പോയിട്ട് രാഹുലേട്ടൻ്റെ സമനില തെറ്റിയ പോലെ സംസാരിച്ചെന്നൊക്കെയാ പറഞ്ഞത്. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു എന്റെ മോളുടെ കാര്യം ആലോചിച്ചിട്ട്. എടാ, നിന്റെ മാത്രമുള്ള സ്നേഹത്തോടെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതാണ് എന്റെ ഗുണം. കാരണം ഞാൻ കല്യാണം കഴിച്ച പെണ്ണുങ്ങളൊക്കെ എന്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് പരമാവധി സ്നേഹം ഞാൻ കൊടുക്കാറുണ്ട്. ആ സ്നേഹം അവരെനിക്കും കാണിക്കും. അതാണ് നിങ്ങളുടെ മോള് കാണിക്കേണ്ടത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. അവളുടെ മനസ്സിൽ വേറെ എന്ത് ഉദ്ദേശമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ഷാരി പറയുമ്പോൾ, എന്ത് ഉദ്ദേശമാണെങ്കിലും ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഇവിടുന്ന് പോകും. നിങ്ങളുടെ മോളെ അമേരിക്കയിൽ പോണ സ്വപ്നവും കണ്ട് ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ അമേരിക്കയിൽ പോകും, പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കൂട്ടം കാണിക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഫോട്ടോ കാണിക്കുകയാണ്. അത് ഇന്ന് മരിയനെ വിവാഹം കഴിച്ച ഫോട്ടോ ആട്ടോ. ഇത് കണ്ടോ എന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഷാരി പണ്ട് ഇന്ന് നിന്റെ കല്യാണമായിരുന്നല്ലോ. എടാ മഹാപാപി, നല്ലൊരു പെൺകൊച്ചാണല്ലോ ഇത്. അതെ, നല്ല പെൺകൊച്ചു തന്നെയാണ്. പിന്നെ ഇവളുടെ 2ാം കെട്ടാണ്. അതിന് നിന്റെ 2ാം കെട്ടാണോടാ? എടാ, എത്ര പേരെ കെട്ടിട്ടുണ്ടടാ? 300 400 അത് 3000? അതൊക്കെ എന്റെ കഴിവാണ് എന്ന് പറയാണ്. പക്ഷേ ഇവളുണ്ടല്ലോ, അതെന്റെ അവസാന കല്യാണമാണ്. അവസാന കല്യാണോ? അതെ, ഇവളെ കെട്ടിയല്ലോ, ഇനി ഞാൻ ആരും വിവാഹം കഴിക്കില്ല. ഇനി എന്റെ ജീവിതം അമേരിക്കയിലാണ്. അവിടെ ഇവളെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അങ്ങനെ അങ്ങോട്ട് ജീവിച്ച് ബിസിനസ്സൊക്കെ നോക്കി അങ്ങോട്ട് ജീവിക്കാനാണ് പ്ലാന്. എന്തായാലും നിങ്ങളുടെ മോളെ ഇന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നേരെ മനോഹർ റൂമിലേക്ക് പോവുകയാണ്. ആ സമയം സരിയുവാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിരണിന്റെ ഫോട്ടോ ആയിട്ട് നോക്കണത്. സരിയുവിന് ഇപ്പൊ വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രണയം, ആ ഒരു രീതിയിലാണ് കിരണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സരിയു. ആ സമയത്തേക്ക് മോളു എന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് വരും. പെട്ടെന്ന് ഫോൺ മാറ്റുവാണ് സരിയു. എന്താ മോള് ഫോണിൽ നോക്കണത്? ഒന്നുമില്ല മനുവേട്ട. അല്ല മനുവേട്ട വന്നോ? ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്, ഉടനെ തിരിച്ചു പോകും. അല്ല മനുവേട്ട, നമ്മൾ അമേരിക്കയിൽ പോകാൻ പോയല്ലേ, അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനില്ലേ? മോളു, ഇനി എന്ത് ചെയ്യാനാ? ഇനി നമ്മൾ അമേരിക്കയിൽ പോകുന്നു, അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കുന്നു എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും സരിയു ദേഷ്യത്തോട് കൂടെ മനോഹർ നോക്കും. നീ അമേരിക്കയിൽ പോടാ, നീ അമേരിക്കയിൽ പോണത് എനിക്കൊന്ന് കാണണം എന്ന രീതിയിൽ മനോഹറിനെ നോക്കാട്ടെ സരിയു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്മുമ്മേനെയാണ്. അമ്മുമ്മ നടന്ന് റോഡിലൂടെ പോണ സമയത്ത് പ്രകാശിനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രകാശിനെ അമ്മൂമ്മനെ കാണുമ്പോൾ സന്തോഷത്തോടെ പ്രകാശിന്റെ അടുത്തേക്ക് വരികയാണ്. അമ്മേ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പ്രകാശ നീയോ എന്ന് പറയുമ്പോഴേക്കും ചുമച്ചോണ്ടിരിക്കുകയാണ് പ്രകാശൻ. എടാ, നിനക്ക് ഒട്ടും വയ്യല്ലോടാ, ഭയങ്കര ചുമയും ഒക്കെ ആണല്ലോടാ. അതേ അമ്മേ, ഒട്ടും വയ്യ. എന്നാ നിനക്ക് എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുത്തൂടെ? അവലെ അമ്പലത്തിൽ പോയിരുന്നൂടെ? എന്തിനാണ് ഇങ്ങനെ നടക്കണത്? ഇനി ഞാൻ വെറുതെ നടന്നതാണമ്മേ എന്ന് പറയാണ്. പിന്നെ അമ്മേ, കല്യാണി മോൾക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. എന്നെ അവള് സ്നേഹിച്ചു തുടങ്ങി അമ്മേ. ഇപ്പൊ എന്നെ കാണുമ്പോൾ അവൾ അച്ഛാന്നൊക്കെ വിളിക്കുന്നുണ്ട്. എടാ, അത് അവളുടെ ഗുണം. അവൾ അങ്ങനെയാടാ, അങ്ങനെയാണ്. സ്നേഹിക്കണ കാണിച്ചാല് അത് കപടമാണെന്ന് നോക്കാനുള്ള ഇതൊന്നും അവൾക്കില്ല. സ്നേഹം കണ്ട അവള് വീഴും. കാരണം ചെറുപ്പത്തിൽ അവൾക്ക് അച്ഛന്റെയോ മുത്തശ്ശിയുടെയോ ആ കൂടപ്പറപ്പിന്റെ ഒന്നും സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ. അവളെ സ്നേഹിച്ചത് അവളുടെ അമ്മ മാത്രമല്ലേ. അതുകൊണ്ട് സ്നേഹം കാണുമ്പോഴേക്ക് ചിലപ്പോ ആ കൊച്ചു വീണു. എടാ, അത് നീ മുതലെടുത്ത് ആ കൊച്ചിനെ കൊല്ലാൻ നോക്കല്ലേടാ. അമ്മ എന്തൊക്കെയാ പറയണത്? എന്റെ മോളെ ഞാൻ കൊല്ലാൻ നോക്കുന്നോ? നീ എന്താ അങ്ങനെ ചെയ്തിട്ടേ ഇല്ലേ? അമ്മേ, അത് പണ്ടത്തെ പ്രകാശൻ. ഇപ്പൊ ഞാൻ മാറിയമ്മേ. ഇപ്പൊ ഞാൻ കല്യാണിക്ക് വേണ്ടി എന്റെ പെമ്മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണത്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല അമ്മേ എന്ന് പറയാണ്. ഞാൻ നിന്നെ വിശ്വസിക്കില്ലടാ. കാരണം നിന്റെ മോളുണ്ടല്ലോ വിക്രമാദിത്യൻ, അവൻ ജയിലിൽ പോയപ്പോ നിന്നോട് പറഞ്ഞു കാണുമായിരിക്കും അല്ലേ, അവൻ പരോളിൽ ഇറങ്ങണ മുമ്പ് നീ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം, പെമ്മക്കളുടെയൊക്കെ വിശ്വാസം പിടിച്ചു പറ്റണമെന്ന്. അതിനല്ലടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യണത്. നിന്നെ ആരൊക്കെ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കണടാ. പിന്നെ കല്യാണി മോളെ കൊല്ലാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ അതിനു മുമ്പ് ഞാൻ കൊല്ലൂടാ പ്രകാശ. അമ്മ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലമ്മ. അങ്ങനെ വിചാരിക്കാൻ പോലും എനിക്ക് വയ്യ. എന്റെ മോളെ എല്ലാ ദിവസവും എനിക്ക് കാണണം എന്നൊരു വിചാരം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. എടാ പ്രകാശ, നീ മാറിയെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കണടാ. മാറിയെങ്കിൽ നിനക്ക് കൊള്ളാം. പക്ഷെ നീ അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട. നീ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ, അവിടെ നീ ഒരാളെ കാണുന്നുണ്ടല്ലോ, അയാളെ വിശ്വസിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് എല്ലാം നല്ലതേ വരുള്ളൂ എന്ന് പറയാണ്. അപ്പൊ പ്രകാശ് മുത്തശ്ശിനെ നോക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.